ഈ അടുത്ത കാലത്ത് കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ശ്രീമതി ഉമാ തോമസ് MLAക്കുണ്ടായ അപകടം. വളരെ നിർഭാഗ്യകരമായ ഈ അപകടത്തിനെ തുടർന്ന് നട്ടെല്ലിനും ശ്വാസകോശത്തിനും അതീവ ഗുരുതരമായ പരിക്കേറ്റ MLA ഇപ്പോഴും ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ ചികിത്സയിലാണ്. വളരെ നിർഭാഗ്യകരമായ ഈ സംഭവത്തിന് പിന്നിൽ അതീവ ഗുരുതരമായ അനാസ്ഥയും അശ്രദ്ധയും ഉണ്ടെന്ന് വ്യക്തമാണ്. 20 അടി ഉയരത്തിലുള്ള വേദിയിൽ നിന്നാണ് ശ്രീമതി ഉമാ തോമസ് MLA താഴേക്ക് വീണത്. ഈ വേദിയിൽ ബാരിക്കേഡുകൾ ഇല്ലായിരുന്നു. വെറും ഒരു റിബൺ ആണ് ബാരിക്കേഡിന് പകരം ഉണ്ടായിരുന്നത്. ഇത് തന്നെയാണ് ഈ അപകടത്തിന്റെ പ്രധാന കാരണം. വേദിയിൽ ഒരു വരി മാത്രം കസേരകൾ ഇടാൻ സ്ഥലമുള്ളപ്പോൾ 2 വരികളിലും കസേരയിട്ട് സ്ഥലപരിമിതി രൂക്ഷമാക്കുകയാണ് സംഘാടകർ ചെയ്തത്. പരിപാടി നടന്ന സ്ഥലത്ത് ആംബുലൻസ് ലഭ്യമല്ലായിരുന്നു. പരിക്ക് പറ്റിയ MLAയെ കൈകൾ കൊണ്ട് താങ്ങിയെടുത്ത് നടന്നാണ് ആംബുലൻസിൽ എത്തിച്ചത്. നട്ടലിന് പരിക്ക് പറ്റിയ ഒരാളെ ഇത്തരത്തിൽ മാറ്റുന്നത് പരിക്ക് ഗുരുതരമാകാൻ കാരണമാകും. ഈ സാഹചര്യത്തിൽ പൊതുപരിപാടികളിൽ പാലിക്കപ്പെടേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയായിരിക്കണമെന്ന് ഒന്ന് പരിശോധിക്കാം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി, ഗവർണർ, കേന്ദ്രമന്ത്രിമാർ എന്നിവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ സുരക്ഷാ പ്രോട്ടോകോൾ നിർബന്ധമാണ്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സുരക്ഷാ പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്നാൽ VVIPമാരുടെ ജീവനും സുരക്ഷയ്ക്കും മാത്രമേ വിലയുള്ളൂ എന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്ന വേദികളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള നിർമ്മിതികൾ മാത്രമേ അനുവദിക്കാവൂ. ഇത് ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമേ സംഘാടകർക്ക് പരിപാടി നടത്തുവാനുള്ള അനുമതി നൽകാൻ പാടുള്ളൂ. വേദിയുടെ വലിപ്പം, പരമാവധി താങ്ങാൻ കഴിയുന്ന ഭാരം, വേദിയിലേക്കുള്ള വഴികൾ, ചവിട്ടുപടികൾ, അവ തമ്മിലുള്ള അകലം, വീതി, ഭാരം താങ്ങാനുള്ള കഴിവ്, ബാരിക്കേഡുകൾ എന്നിവയും വേദിയിലുള്ള നിർമ്മിതികൾ ബലപ്പെടുത്തേണ്ടിയിരിക്കേണ്ടത് നിർബന്ധമാണ്. എളുപ്പത്തിൽ തീ പിടിക്കുന്ന വസ്തുക്കൾ വേദിയിൽ ഉണ്ടാവാൻ പാടില്ല. അഗ്നിരക്ഷാ ഉപകരണങ്ങൾ വേദിയിൽ ലഭ്യമായിരിക്കണം. ഒപ്പം ജീവൻ രക്ഷാ ഉപകരണങ്ങളോട് കൂടിയ ആംബുലൻസ്, സ്ട്രെച്ചർ, മെഡിക്കൽ സംഘം, അഗ്നിരക്ഷാ സേന, ഫയർ എഞ്ചിൻ എന്നിവയും നിർബന്ധമാണ്. പൊതുപരിപാടി നടക്കുന്ന വേദിയിൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിവേഗം ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള മികച്ച സജ്ജീകരണങ്ങൾ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്ന എല്ലാ വേദികളിലും നിർബന്ധമായും ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. വീഴ്ച വരുത്തിയിട്ട് നടപടികൾ എടുക്കാതെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ കർക്കശമായി പാലിക്കപ്പെടാനുള്ള നടപടികളാണ് വിവിധ സർക്കാർ വകുപ്പുകൾ സ്വീകരിക്കേണ്ടത്.